അപ്പം നല്ലൊരു സന്തോഷമുള്ള ദിവസം കേട്ടോ. കുറച്ച് ദിവസമായില്ല വീഡിയോ ഇട്ടിട്ട്. പക്ഷേ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. നമ്മുടെ സമയക്കുറവ് മൂലമുണ്ട് നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നത്. ഇത് ഞാൻ മീഷോന്ന് മേടിച്ച സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷാൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ട്രെൻഡിൽ കൊണ്ടുപോയിട്ട് അടുപ്പിച്ചാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ, നല്ല രസമുണ്ട്. അധികം ടൈറ്റും ഇല്ല, എന്നാലും അധികം ലൂസും ഇല്ല കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേട്ടനും ഭയങ്കര ഇഷ്ടമായി. അപ്പം നേരെ പോണത് ചീപ്പിൻ്റെ അവിടേക്കാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോണേന്ന് കേട്ടോ. ചേട്ടൻ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ആൾക്ക് ഫോട്ടോസ് എടുക്കണം. എന്തോന്നാവോ വീഡിയോവും ഫോട്ടോസും എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ കൊണ്ടുപോയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഭയങ്കര ചൂടുണ്ട് ചീപ്പിൻ്റെ അവിടെ. എന്നാലും കുഴപ്പമില്ല. ചൂടുണ്ടെങ്കിൽ കാറ്റടിച്ച് വരുമ്പോൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചൂട് അങ്ങോട്ട് പോകും കേട്ടോ. ദേക്കുട്ടി ആ സൈഡിൽ നിൽക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഫോട്ടോസും വീഡിയോസുകളൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ കുറച്ച് അങ്ങോട്ട് നീങ്ങി ഒന്ന് എടുത്തു തരുമെന്ന് വെച്ചേട്ടാ. ഉണ്ടോ, എനിക്ക് അമ്പർലാ കട്ടിങ് അടിക്കണതാണ് ഇഷ്ടം. എനിക്ക് ഞുറി വെച്ച് അടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്തോന്നോ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഉടുത്തതും എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ മാലയും കമ്മലും ഇതൊക്കെ ഞാൻ മീഷോന്ന് മേടിച്ചാണ് കേട്ടോ. എനിക്കൊരു പറ്റിപ്പോയി. കര ഒന്നടിപ്പിക്കാൻ മറന്നുപോയി കേട്ടോ. നമുക്ക് അറിഞ്ഞുകൂടല്ല, അതേ മറ്റേ വല്ല ഷെല്ല് വെച്ച് അടിക്കണം ഇനിയിട്ടാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാറിൽ കയറിയിട്ട് ഓഡിറ്റോറിയത്തിൽ പോകണം. ദേവക്കുട്ടി എങ്ങനെ പിടിച്ച് വന്നാൽ അച്ഛൻ വരണ്ട, അവൾ പോരില്ല കേട്ടോ. അങ്ങനെ ഹാളിലെത്തി. ഇതാണ് കേട്ടോ പെൺകുട്ടിയും ചെക്കനും ചേട്ടൻ്റെ മോളാണ് കേട്ടോ. ഇത് എൻ്റെ ചേട്ടൻ്റെ മക്കളാണ്. ദേവക്കുട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ട്. ശിവാനിക്ക് എന്താണാവോ ഇന്നലെ തുടങ്ങി ഭയങ്കര കുറ്റാണ്. ആളെ ആൻറ്റിയോടൊന്ന് പിടിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര ദേഷ്യം, വന്ന ഉടനെ ഭയങ്കര ദേഷ്യമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. അപ്പോൾ ആൾ പറഞ്ഞ് ആൻറ്റിയോടെ പോകാനാണെന്ന്. അപ്പോൾ ആൻറ്റിയോടെ കൊണ്ടുവന്നാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ആളെ മട്ടും പാവം മാറിയിട്ട കണ്ട. ഭയങ്കര ഹാപ്പിയാണ്. ചേച്ചി വന്നിട്ടുണ്ട് ആളെ. അപ്പോൾ അങ്ങനെ തന്നെ സദ്യ കഴിച്ച ഉടനെ അപ്പം തന്നെ ചേട്ടൻ കൊണ്ടുവന്നാക്കിയിട്ടാണ്. അപ്പോൾ ഇലയിട്ടു, ശർക്കര ഉപ്പേരി വന്നു, നമ്മുടെ ഇഞ്ചമ്പുളി അച്ചാർ, മോര് കറി വന്നു, പിന്നെ ഒരു ബീട്രൂട്ട് കറിയാണ് കേട്ടോ. നല്ല രസം, നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ഇതെന്തുട്ടാണ് മീൻ കറിയാണ് കേട്ടോ പിന്നെ നമ്മുടെ കാബേജ് തോരൻ വന്നു. പിന്നെന്താ മസാലക്കറി. പിന്നെന്താ അവിയൽ പോരട്ടെ. അവിയൽ വന്നു. അവിയലല്ല, കായ എന്തോ ഇട്ട് നാളികേരമൊക്കെ ഇട്ടിട്ട് ഒരു കറിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ കറി കേട്ടോ. പിന്നെയാണ് അവിയൽ വന്നത് കേട്ടോ. പിന്നെ ചോറ് വന്നു. സാമ്പാർ ഞാൻ എന്തായാലും കൂട്ടി തിന്നൂല. സാമ്പാർ കൂട്ടാത്തവർ, സദ്യയിൽ സാമ്പാർ കൂട്ടാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ പറയണം കേട്ടോ. എനിക്കിഷ്ടമല്ല കേട്ടോ. അല്ലാണ്ട് ഞാൻ ഇഡ്ഡലിയിലും ദോശയിലൊക്കെ സാമ്പാർ നമ്മൾ വീട്ടിൽ വെക്കണ സാമ്പാറൊക്കെ കൂട്ടും. അല്ലാണ്ട് ഞാനങ്ങനെ സദ്യയിലെ സാമ്പാറൊന്നും കൂട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മീഷോന്ന് മേടിച്ചാണ് എനിക്ക് കമ്മലും മാലയും. അത് കഴിഞ്ഞ് ദിയക്കുട്ടി ഭയങ്കര ഉണ്ണലാണ്. ആള് ചോറ് മേടിച്ച് അങ്ങനെ ഡ്രസ്സാണ്, സ്വന്തമല്ല. അയൽവക്കത്തെ കുട്ടിയുടെ ഡ്രസ്സ് മേടിച്ചിട്ട് കടം മേടിച്ചാണ്. അപ്പോൾ ഞങ്ങളടുത്തൊരു കുട്ടിയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഞാൻ ഈ ബനീൻ ഇടാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ അതാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അന്തസ്സായിട്ട് ഞാൻ പറയുകയും ചെയ്യും. ഇതൊക്കെ എൻ്റെ അമ്മായി മക്കളും എൻ്റെ ആങ്ങളീന് ഇട്ടത്, മാമൻ്റെ മോളിന് കേട്ടോ. ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇതൊക്കെ കഴിഞ്ഞ് ഇതെൻ്റെ ചേട്ടനാണ് കേട്ടോ. ചേച്ചിയുടെ മോനാണ്. ചേട്ടൻ്റെ ഭാര്യയും കുട്ടികളാണ് കേട്ടോ. ഒരെണ്ണത്തിനെ കാണുള്ളൂ, ബാക്കി രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷത്തിലുള്ളൂ ചേട്ടാ.